നമസ്കാരം. ആരോഗ്യം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വെളിച്ചെണ്ണയാണ്. അല്ലേ? വെളിച്ചെണ്ണയെ മാറ്റി നിർത്തി നമുക്ക് ഒരു കാര്യവുമില്ല. പക്ഷേ ഇപ്പൊ നമ്മുടെ മാർക്കറ്റുകളിൽ അടുക്കളയിലൊക്കെ ഒലിവ് ഓയിൽ എന്നൊരു സാധനം പതുക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സാധനം വിദേശിയാണ്. നമ്മുടെ മെഡിറ്ററേനിയൻ നാടുകളിലെ ഒരു ഭക്ഷണ രീതിയുടെ ഒരു പ്രധാന ഭാഗമായി എണ്ണയെ അവര് വിളിക്കുന്നത് ലിക്വിഡ് ഗോൾഡ് എന്നാണ്. അഥവാ ദ്രാവക രൂപത്തിലുള്ള സ്വർണം എന്നാണ് അവര് വിളിക്കുന്നത്. അപ്പോൾ എന്നും ഒരു ഒരു സ്പൂൺ ഒലിവ് ഓയിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ശരിക്കും നല്ലതാണോ, അതോ അത് അറിയാതെ ഒരു പണിയാണോ എന്നതിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഈ വീഡിയോ. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണമെന്നുണ്ട്. വെറുതെ ഗുണങ്ങൾ മാത്രം കേട്ട് കണ്ണടച്ച് ഒലിവ് ഓയിൽ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം ഇന്ന് നമ്മൾ ഒലിവ് ഓയിലിന്റെ നല്ല വശങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അധികം ആരും പറയാത്ത ദോഷവശങ്ങളെ കുറിച്ചും ഒക്കെ ഇന്ന് തുറന്ന് സംസാരിക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പം നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു ജീവിത ശൈലി കാരണം വരുന്ന അസുഖങ്ങളാണല്ലോ ഹാർട്ട് അറ്റാക്ക്, പ്രമേഹം, കൊളസ്ട്രോള്. ഓക്കെ, ഇതൊക്കെ കുറച്ചൊക്കെയാണിത്. ഇവിടെയാണ് ഒലിവ് ഓയിലിന് ഒരു റോള് വരുന്നത്. ഇതിനെ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഗുണങ്ങളെന്ന് ഞാൻ വഴിയെ പറയാം. ഒന്നാമതായിട്ട് ഇത് ഹാർട്ടിന് ഭയങ്കര ബെറ്റർ ആണ്. കാരണം ഒലിവ് ഓയിലിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അത് ഈ പറയുന്ന ഹൃദയത്തിന് നൽകുന്ന ഒരു സംരക്ഷണമാണ്. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മോണോസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകൾ ഒരുപാടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ, അതായത് LDL നെ കുറയ്ക്കാനും HDL നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ഇത് സഹായിക്കും. ഇതുവഴി ഹൃദയാഘാതം, പക്ഷാഘാതം പോലുള്ളവ വരാനിരിക്കാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ട്, ആന്റി ഓക്സിഡന്റുകളുടെ ഒരു പവർ ഹൗസ് ആണ് ശരിക്കും ഒലിവ് ഓയിൽ. നമ്മുടെ ഫ്രീ റാഡിക്കളോട് പൊരുതുന്ന കുറെ പോളിഫെനോറ്റുകളും വിറ്റാമിൻ ഇ പോലുള്ള ആന്റി ഓക്സിഡന്റുകളും ഒക്കെ ഒലിവ് ഓയിൽ ധാരാളമുണ്ട്. ഇത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ഒരുപാട് തടയാൻ സഹായിക്കുമെന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒലിവ് ഓയിലിന്റെ ഉപയോഗം ശരീരത്തിലെ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. ഓക്കെ. ഇത് തന്നെ നമ്മുടെ ഒരു രക്തസമ്മർദ്ദം BP കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ്, അതായത് എല്ല് തേയ്മാനത്തിനെ കുറയ്ക്കും എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുമെന്നും ഈ പഠനങ്ങൾ പറയുന്നുണ്ട്. ഒലിവ് ഓയിൽ ദേഹത്ത് പുരട്ടുന്നത്, എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെന്ന് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയാം. ഇതിൽ ഈ വൈറ്റമിൻ ഇയും ആന്റി ഓക്സിഡന്റുകളും ഒക്കെ സ്കിന്നിന് കൂടുതൽ തിളക്കവും ആരോഗ്യവും ഒക്കെ കൊടുക്കാൻ സഹായിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ മസാജ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് സോഫ്റ്റ് ആവാൻ, സ്കിന്ന് ഡ്രൈ ആവാതെ സോഫ്റ്റ് ഒക്കെ ആയിട്ട് കൊണ്ടുനടക്കാൻ ഒരുപാട് സഹായിക്കും. ഇനി ഉള്ളിലേക്കാണ് കഴിക്കുന്നതെങ്കിൽ ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാനും വയറ്റിലെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ മാറ്റാനൊക്കെ ഒലിവ് ഓയിലിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറുവശം കൂടെ ഉണ്ട് ഒലിവ് ഓയിലിന്റെ കുറച്ച് ദോഷവശങ്ങൾ എന്ന് പറയുന്നത്. അധികം ആരും പറയാത്ത കുറച്ച് ഭാഗങ്ങളാണ്. നമ്മൾ ഒലിവ് ഓയിൽ എന്തൊരു അത്ഭുത മരുന്നാണെന്ന് നമ്മൾ ചിലപ്പം വിചാരിക്കും. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. എത്ര അമൃതമായാലും അമിതമായാൽ അമൃതം വിഷം എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഉപയോഗം കൂടിയാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷവും ചെയ്യുന്നുണ്ട് ഇത്. ഇനി അമിതവണ്ണം, കാരണം ഒലിവ് ഓയിൽ കലോറി കൂടിയ ഒന്നാണ്. ഒരു ടേബിൾ സ്പൂണിൽ ശരിക്കും ഏകദേശം ഒരു 120ഓളം കലോറി ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വെയിറ്റ് നല്ലപോലെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി പ്രഷർ കുറയ്ക്കാനായിട്ട് നമ്മൾ ഒലിവ് ഓയിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ BP മരുന്ന് കഴിക്കുന്നവര് ഒരു പേഷ്യന്റ് ഡോക്ടറോട് ചോദിക്കാതെ ഇത് കഴിച്ചാൽ BP ക്രമാതീതമായിട്ട് അപകടകരമായ രീതിയിൽ ഇത് ഡ്രോപ്പ് ആകാൻ സാധ്യതയുണ്ട്. അത് തലകറക്കം പോലുള്ള അല്ലെങ്കിൽ ഛർദി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത്, പ്രമേഹ രോഗി കഴിക്കുന്നത് നല്ലതാണെങ്കിൽ, ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇത് അമിതമായിട്ട് ഉപയോഗിച്ചാൽ ശരീരത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, പഞ്ചസാരയുടെ അളവ്
വല്ലാതെ താന്നു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് താന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇത് കൃത്യമായിട്ടൊരു കുറഞ്ഞ അളവിൽ കഴിച്ചാൽ ദഹനത്തിനൊക്കെ നല്ലതാണെങ്കിലും ഉപയോഗം കൂടിയാൽ വയറിളക്കം പോലുള്ള ദഹന പ്രശ്നങ്ങൾക്കും ഇത് കാരണമാവാറുണ്ട് എന്നുള്ളത് വേറൊരു ഭാഗം. ഇനി അലർജിയുടെ കാര്യത്തിൽ നമ്മൾ സ്കിന്നിൽ പുറത്ത് തേക്കുന്നത് നല്ലതാണ്. പക്ഷെ സെൻസിറ്റീവ് ആയിട്ട് സ്കിന്നുള്ള ആളുകൾ, അതുപോലെ എക്സിമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര അളവിലാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ കൃത്യമായിട്ടും ഒരു ദിവസം 1-2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രിവെന്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോ ഒരു പല തരത്തിലുള്ള ഒലിവ് ഓയിൽ കിട്ടാനുണ്ടെന്നുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് മാത്രം സെലക്ട് ചെയ്യുക. കാരണം ഇത് ഒരുപാട് പ്രോസസ്സിലൂടെ ഒന്നും കടന്നു പോകാത്തത് കൊണ്ട് അതിന്റെ ശരിക്കുള്ള ഗുണങ്ങളൊക്കെ തന്നെ അതിലുണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ സലാഡുകളുടെ മുകളിൽ ഡ്രസ്സിംഗ് ആയിട്ടൊക്കെ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ല പാചക രീതി. ഇതൊരു എണ്ണ നന്നായി ചൂടാക്കിയാണ് നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചേക്കുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക. വെളിച്ചെണ്ണയെ പോലെ അല്ല. വെളിച്ചെണ്ണയെ അപേക്ഷിച്ച് ഒലിവ് ഓയിലിന്റെ സ്മോക്കിംഗ് പോയിന്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഡീപ് ഫ്രൈ, ആഴത്തിൽ ഇത് വറക്കാനൊന്നും ഉപയോഗിക്കുന്നത് അത്ര നല്ലതുള്ളതല്ല. ചെറിയ രീതിയിൽ വയറ്റാനും സാധാരണ രീതിയിലൊക്കെ പാചകം ചെയ്യാനൊക്കെ ഓക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഡീപ് ഫ്രൈ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. അപ്പൊ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒരുപാട് ആരോഗ്യമുള്ള ഒരു എണ്ണ തന്നെയാണ്. പക്ഷെ ഹൃദയത്തിന്റെ ആരോഗ്യം തൊട്ട് സ്കിന്നിന്റെ കെയർ വരെ ഇതിനകത്ത് ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ട്. പക്ഷെ എന്ത് കഴിക്കുമ്പോഴും നമുക്ക് അതിനൊരു അളവ് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒലിവ് ഓയിലിന്റെ ഉപയോഗവും കൃത്യമായിട്ടൊരു മിതമായിരിക്കണം. ഏതൊരു ഫുഡിനെ പോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അത് ഞങ്ങൾക്കും ഇൻഫോർമേറ്റീവ് ആവും. ആരോഗ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.